MV ഗോവിന്ദൻ മാഷ് അറിയാതെ ഈ കള്ളക്കളി നടക്കില്ല. ഈ ശവശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭൗതിക ശരീരം ഇല്ലാതായതോടുകൂടി 90% തെളിവുകൾ നഷ്ടപ്പെട്ടു. അല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇയാളുടെ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു, അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു, കഴുത്തിൽ പാടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ മറ്റ് പല തെളിവുകൾ, സാഹചര്യ തെളിവുകൾ അനുസരിച്ചും ആത്മഹത്യ അല്ല എന്ന് വിശ്വസിക്കാൻ 100% വഴികളുണ്ട്. പോലീസ് ഇതുവരെ ആത്മഹത്യക്ക് മാത്രമേ കേസെടുത്തുള്ളൂ, ആത്മഹത്യാ പ്രേരണയ്ക്ക് നിലനിൽക്കാത്തൊരു കേസാണ്. ഞാൻ പറയുന്നു, നിലനിൽക്കില്ല. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് നിൽക്കില്ല. ഞാൻ വളയാറടക്കം നിരവധി കേസുകളിൽ ഇടപെട്ടിട്ട് വന്നിട്ടുള്ള ഒരാളെന്നുള്ള എനിക്ക് പറഞ്ഞത്, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് നിലനിൽക്കില്ല. മാത്രമല്ല, നവീൻ ബാബുവിനെ പോലെ ഒരാൾ, ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടോ ഒരു മെസ്സേജ് കിട്ടിയിട്ടോ ആത്മഹത്യ ചെയ്യില്ല. അപ്പൊ എന്തുകൊണ്ട്, എന്താണ് ഇതിൽ സംഭവിച്ചത്? ഞാൻ കണക്കാക്കുന്നത്, രക്തം പോകാതെ, മുറിവില്ലാതെ ആളെ കൊല്ലാൻ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ഒരു സംഘം കണ്ണൂരിൽ CPM-ലുണ്ട്, BJP-യിലുണ്ട് കേട്ടോ. ഞാൻ ഇല്ലെന്ന് പറയുന്നത്, അവർ മാത്രം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഒരു പരിക്കുമില്ലാതെ ഒരാളെ കൊല്ല് കെട്ടിത്തൂക്കാൻ. ആ കയറിന്റെ കാര്യം ഇന്നിപ്പോ വണ്ണം കുറഞ്ഞ കയ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കയറാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും അറിവുള്ള ഒരാൾ അങ്ങനെ ഒരു കയറിൽ പോയി തൂങ്ങിച്ചാവാൻ വിചാരിക്കില്ല. സാറേ, ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്ക് പറയാം. സാറ് കണ്ടായിരുന്നു, ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ വന്നായിരുന്നു. ആ വീട്ടിൽ ഒരു കണ്ണൂരുകാരി, ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. അപ്പൊ ആ സ്ത്രീ കണ്ണൂരുള്ളതാണ്. അവർ പറയുന്നുണ്ടായിരുന്നു, അവരൊരു ഒരു ഭ്രാന്തി സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ പറയുന്നത്. പരിയാരത്ത് ഈ ശരീരം കൊടുക്കരുതെന്നും പറയുന്നുണ്ട്. പരിയാരത്ത് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഇവിടെ കൊണ്ടുവന്ന് ഇത് ദഹിപ്പിക്കുകയും ചെയ്യുന്നവരെയായിരുന്നു പാർട്ടിക്ക് ടെൻഷൻ. അത് തീർന്നു. പിന്നെ പാർട്ടിക്ക് അറിയാം ഇതെങ്ങനെ ഒതുക്കണമെന്ന്. വാളയാർ ഒതുക്കിയ പോലെ, വണ്ടിപ്പെരിയാർ ഒതുക്കിയ പോലെ നിരവധി കേസുകൾ അവർ ഒതുക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റെ കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കൊടുത്തിട്ടുള്ള കേസ്, അതെന്താവും വിധി നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ വാദം നാളെ കൂടി തുടരും എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അർത്ഥഗർഭമാണ് എന്ന് ഞാൻ പറയും. ഒന്ന്, പാർട്ടിയെ, ആ കുടുംബത്തിന് ഒരു വിശ്വാസവുമില്ല. ഉറപ്പിച്ചു കഴിഞ്ഞു. പോലീസിനെ വിശ്വാസമില്ല. പോലീസിനെ ഭരിക്കുന്നത് CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് പിണറായി വിജയനാണ് എന്നാലോചിക്കുക. പിണറായി വിജയനാണ് നാമത്തിലെങ്കിലും P ശശിയാണ് ഭരിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഈ P ശശിക്ക് കണ്ണൂർ പാർട്ടിയുമായുള്ള ബന്ധവും ദിവ്യയെ സംരക്ഷിക്കുന്ന ബന്ധവും എല്ലാം കൂടി പരിഗണിച്ചാൽ ഒരു സംശയവും വേണ്ട, ഇതിൽ CBI അന്വേഷണം കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സർക്കാർ CBI അന്വേഷണത്തിന് എതിരാവും എന്ന് വളരെ മുമ്പേ പറഞ്ഞ ഒരാളാണ് ഞാൻ. പാർട്ടി തീരുമാനിച്ചു, സർക്കാർ മാത്രമല്ല പാർട്ടി പറഞ്ഞു CBI അന്വേഷണം വേണ്ട. അപ്പോൾ CBI അന്വേഷണം ഇല്ല എങ്കിൽ ഈ കാര്യത്തിൽ ആത്മഹത്യൻ്റെ അപ്പുറത്ത് ഒരു അടിഞ്ച് മുമ്പോട്ട് പോവില്ല. ഇന്ന് തൻ്റെ അഫിഡവിറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തിട്ടുള്ള ആ CBI അന്വേഷണ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അവർ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കേസ് കിട്ടിയാൽ വിവരാവകാശം അനുസരിച്ചുള്ള മറുപടി പോലും കൊടുത്തിട്ടില്ല. ഇപ്പൊ എത്ര മാസമായി കേസ് നടക്കുന്നത്? അതുപോലും കൊടുക്കുന്നില്ല. ആർക്ക്? ഭാര്യയ്ക്ക്, വിധവയ്ക്ക്. അദ്ദേഹത്തിന്റെ വിധവയ്ക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വിവരാവകാശം അനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല. 2, പോസ്റ്റ്മോർട്ടത്തിന്റെയും മറ്റു കാര്യങ്ങൾ പറഞ്ഞു. 3, ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്ന കേസിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ വിശ്വസിക്കുന്നു. അതേ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ച് കരുതുന്നു. ഒരു കാരണവശാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് അവിടെ നടത്തരുത്. കോഴിക്കോടോ കോട്ടയത്തോ എവിടെയെങ്കിലും നടത്താം. കോഴിക്കോടുണ്ട്, കോട്ടയമുണ്ട്, എറണാകുളത്തുണ്ട്, എല്ലാത്തിലും ഉണ്ട്, എവിടെ വേണം ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് അവിടെ നടത്തി എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ വ്യക്തമായും ഇതിൽ ഞാൻ പ്രതി ദിവ്യ മാത്രമാണെന്ന് കരുതുന്ന ഒരാളല്ല കേട്ടോ. ഞാനും അല്ല, പ്രതി ദിവ്യ അല്ല. ദിവ്യ അതിലൊരു കരു മാത്രമാണ്. കാരണം നവീൻ ബാബു ഇല്ലാതാകേണ്ടതിന്റെ ആവശ്യം പാർട്ടിക്കായിരുന്നു, ദിവ്യക്കായിരുന്നില്ല. പാർട്ടിക്കായിരുന്നു. പാർട്ടി അത് വളരെ സമർത്ഥമായി നടപ്പിലാക്കി. അതിന് ദിവ്യ ഒരു കരുവായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ ദിവ്യ മാത്രം പ്രതി. ഞാൻ ഏറ്റവും പ്രധാനം ഇവർ ചോദിച്ചൊരു ചോദ്യം, ഈ പ്രശാന്തൻ ഇതിൽ കേസിൽ പ്രതിയാണോ? കള്ളരേഖയുണ്ടാക്കിയെന്ന് പാർട്ടിക്കാർ പോലും പറയുന്ന,
അവിടെ ഒരു രേഖയുണ്ട് ഇവിടെ ഒരു രേഖയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇയാൾ പരാതി രണ്ട് കൊടുത്തിട്ടുണ്ടോ? പേരിലാ പുള്ളിയാ, 2 പേരിൽ 2 ഒപ്പില്. 2 ഒപ്പില്. അപ്പോൾ പ്രശാന്ത്. അതെ. എന്നിട്ട് ഇപ്പോഴും പാർട്ടി ഈ പറയുന്നത് ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾ അത് ആവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രശാന്തിന്റെ പരാതി സത്യസന്ധമാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 100% പാർട്ടി, ഇപ്പൊ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അഖിലേന്ത്യാ പാർട്ടി പോയി, പേരിലൊക്കെ അഖിലേന്ത്യ ഉള്ളൂ, ഒരു അഖിലേന്ത്യ ഇല്ല, ഒരു സംസ്ഥാന പാർട്ടി പോലും അല്ല, കണ്ണൂർ പാർട്ടിയാണ്. അവർ പറയുന്നതിനപ്പുറത്ത് ഈ പാർട്ടിക്ക് ഇല്ല. മുസ്ലിം ലീഗിനെ കളിയാക്കാറുണ്ട് നമ്മൾ. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനേക്കാൾ കഴിവാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനും സംസ്ഥാന പ്രസിഡന്റിനും. കാരണം മലപ്പുറം ജില്ലാ പ്രസിഡന്റിനാണ് പരമാധികാരം എന്ന് പറയുന്നത് പോലെ കണ്ണൂർ ജില്ല ആരാണോ ആധിപത്യം അവർക്കാണ്. ഈ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദിവ്യയ്ക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു. ദിവ്യ മുൻകൂർ ജാമ്യം തള്ളുന്നത് വരെ ദിവ്യയെ സംരക്ഷിച്ചു. ദിവ്യയുടെ വീടിന് ഡിവൈഎഫ്ഐയും ആളുകളും പോയി കാവൽ നിന്നു. ദിവ്യ ഇറങ്ങിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയിട്ടാണ് സ്വീകരിച്ചത്. അതെന്ന് അവരുടെ അഫിഡവിറ്റിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി നയിക്കുന്ന ഭരണം 100% തങ്ങൾക്കെതിരാണ് എന്ന് ആ കുടുംബം വിശ്വസിക്കുന്നു. അതാണ് അഫിഡവിറ്റ്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞവരെ ആരാ വിശ്വസിക്കുക? ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയോ മലയാളപ്പുഴ മോഹനോ ഒരു പ്രാവശ്യം പറഞ്ഞോ CBIക്ക് വിടണമെന്ന്? ഒരു പ്രാവശ്യം ഉദയഭാനു പറഞ്ഞിട്ടില്ല. മലയാളപ്പുഴ മോഹൻ എന്തൊരു നിറഞ്ഞു നിന്ന ആളാണ്, ഇതുവരെ പറഞ്ഞു കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഗൂഢാലോചന, ഒരുപക്ഷെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാത്രമല്ല അത് നടത്തിയത് സംസ്ഥാന ഘടകം നേരിട്ട് ഗോവിന്ദൻ മാഷക്കും ഭാര്യയ്ക്കും അടക്കം അറിയാവുന്ന വലിയൊരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ നിരവധി പെട്രോൾ പമ്പുകൾ പാർട്ടിയുടെയാണ് എന്നൊക്കെ അന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട വലിയ ദുരൂഹത ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വന്നാൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഞാൻ CBIയുടെ വലിയ ആരാധകനൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭേദമായേക്കും എന്നൊരു പ്രതീക്ഷ, നമുക്ക് അതേ പ്രതീക്ഷിക്കാനേ പറ്റൂ. ഇനി ലാവ്ലിൻ കേസ് പോലെ CBI കേസ് ഇതും പോയാൽ നമുക്കറിയില്ല. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. വാളയാർ കേസിലും CBI വന്നിട്ടൊന്നും ഉണ്ടായില്ല. അഭയ കേസിൽ എത്ര കാലം ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു വിധി കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും CBI വന്നതുകൊണ്ട് ഇതാകെ മാറി ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്തായാലും സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ കിട്ടില്ല എന്ന് ഇപ്പം പറയുന്നത് പ്രതിപക്ഷമോ നമ്മളോ അല്ല, ആ കുടുംബമാണ്.